സൊസൈറ്റിനെ ബാധിക്കുന്നില്ല പല രീതിയിൽ. സ്റ്റക്കായി പോകുന്നുണ്ടോ വെച്ചാൽ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ജീവിക്കുന്ന കേരളം മാത്രമല്ല ഇന്ത്യ എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാല് അങ്ങനെ ഒരു ഭയം ഉണ്ടോ എന്നുള്ളതാണ്. സത്യത്തിലുണ്ടെന്ന് തന്നെയാണ്. ഞാൻ തുറന്നു പറയുമ്പോൾ മതം എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ ഭയപ്പെടുന്ന മനുഷ്യരെ നമ്മൾ മാറുന്നുണ്ട്. അതായത് മതത്തിന് പുറത്ത് മനുഷ്യരെയും ജീവിതത്തെ നോക്കി കാണുന്ന മനുഷ്യർക്ക് അത് വലിയ സഫോക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആസ് എ പ്രേക്ഷക, ഈ സിനിമയുടെ അഭിനേതാവ് എന്നുള്ള രീതിയിലല്ല, ഞാനൊരു വ്യൂവറായിട്ട് ഇന്ന് കാണുമ്പോൾ എനിക്ക് അതിനകത്ത് തോന്നിയൊരു സന്തോഷം എന്താന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു ജീവി എവിടെയും ഒരു വിശ്വാസത്തിന്റെ പുറത്തോ പ്രത്യയശാസ്ത്രത്തിന്റെ പുറത്തോ എവിടെയും കുടുങ്ങിക്കെടുക്കാൻ പാടില്ല. അതിന് സിസ്റ്റം എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? സിസ്റ്റം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വ്യക്തിയുടെ ധാർമ്മികത എങ്ങനെ ഉയർന്നു പ്രവർത്തിക്കണം? അതിന്റെ ഒരു ഉദാഹരണമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ. അയാളുടെ ധാർമ്മികതയാണ് അവിടെ ഉയർന്നു പ്രവർത്തിച്ചത്. അതുപോലെ മനുഷ്യരെപ്പോഴും വളരെ, അതുകൊണ്ടാണ് മോബ് ലിഞ്ചിങ് ഉണ്ടാവുന്നത്. ഇതൊന്നും മോശം മനുഷ്യരായിട്ടല്ല, പക്ഷെ അതിനകത്ത് നമ്മൾ കുടുങ്ങിക്കെടുക്കുക, ആ വിശ്വാസത്തിൽ കുടുങ്ങിക്കെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ കുറച്ച് പുറകോട്ട് പോകണമെങ്കിൽ സദ്യ അനുഷ്ഠിക്കുമ്പോൾ ഈ അച്ഛനോ ആങ്ങളേക്കോ ആ കുടുംബക്കാർക്കോ ആ മോളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വിശ്വാസമാണ് അവരെ കൊണ്ടത് ചെയ്യിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ തോട്ട് പ്രോസസ്സിനെ മാറ്റി കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് നല്ല വിശ്വാസി ചെയ്യേണ്ടത്. അതല്ലാതെ മതം ഉണ്ടാവാൻ പാടില്ല, വിശ്വാസം ഉണ്ടാവാൻ പാടില്ല എന്നല്ല, മറിച്ച് ഇത് എങ്ങനെയാണ് പ്രോഗ്രസീവ് ആയിട്ട് ഒരു സമൂഹത്തിന് കുറച്ചുകൂടി മനുഷ്യത്വപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ എലമെന്റ് വേണമെന്നുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നി ഈ സിനിമ അങ്ങനെ കുറെ കാഴ്ചകളിൽ സട്ടിലായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, ലൗഡല്ല. അതെനിക്ക് തോന്നുന്നു നമുക്കത് ഒരു വായനയും കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് എലമെന്റ്സ് മനുഷ്യരിലൂടെ തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. സൗഹൃദങ്ങളുണ്ട്, ഇനി കുടുംബം എന്ന് പറഞ്ഞത്. വേറെ ഒന്ന് എനിക്ക് പ്രത്യേകം എടുത്ത് പറയുന്നത്, ഇന്നത്തെ ഇസ്ലാമോഫോബിയ നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഇരുന്നിട്ട് ഒരു മുസ്ലിം കുടുംബം എന്തും കൂടിയാണെന്ന് ഇത് പറഞ്ഞു വെക്കുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഒരു ഹ്യൂജ് റെസ്പെക്ട് ഉണ്ട് കേട്ടോ നവാസിനോട്. കാരണം കളിയും ചിരിയും ഒരു സമാനതയുള്ള ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് അവരുടെ കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്ന, ലൈവായിട്ട് തമാശ പറയുന്ന, ടീസ് ചെയ്യുന്ന അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷം കൂടെ ഉണ്ട്. വേറെ അല്ല, പ്രൊജക്ഷൻ വേറെ ആണെങ്കിലും ഇതും കൂടെ ഉണ്ടെന്ന് പറയാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. താങ്ക് യു. അത് മനുഷ്യന്റെ നിസ്സഹായതയാണ്. കാരണം മതത്തിനുണ്ടായിരുന്ന ഒരു കൗൺസിലിംഗ് റോളുണ്ട് ഒരു കാലത്ത്. മനുഷ്യനെ സംബന്ധിച്ച് മതം അവന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയായിരുന്നു. മറിച്ച് ഇന്ന് പൊളിറ്റിക്കൽ റിലീജിയൻ ഡെവലപ്പ് ചെയ്തപ്പോൾ ലോകമെമ്പാട്, അത് ഇന്ത്യയുടെ കേരളത്തിന്റെ പ്രശ്നമല്ല, ലോകം മൊത്തം എടുത്താല് കെയോസ് ഉണ്ടാക്കുന്നത് അതിന്റെ തന്നെ. അതിനെന്താന്ന് വെച്ചാല് നമ്മളിതുപോലുള്ള മനുഷ്യരെ അതിന് ടൂളാക്കാൻ പറ്റുന്നുണ്ട്, സാധാരണ മനുഷ്യരെ അതിന് ടൂളാക്കാൻ പറ്റുന്നുണ്ട്. അതാണ് അവരുടെ മിടുക്ക്. ആ മിടുക്കിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമ്പോൾ ഇതല്ലാത്തൊരു ജീവിതം നമുക്ക് സാധ്യമാകും. അല്ലാതെ മതത്തെ നമുക്ക് നിരോധിക്കാൻ പറ്റില്ലല്ലോ.